നമസ്കാരം, മീറ്റ് ദ എഡിറ്റേഴ്സിലേക്ക് സ്വാഗതം. റിലീസ് ചെയ്ത് ഒരു മാസമാകുമ്പോഴും കുമ്പളങ്ങി നൈറ്റ്സ് പ്രേക്ഷകരുടെയും നിരൂപകരുടെയും ശ്രദ്ധ നേടി മുന്നോട്ട് പോവുകയാണ്. കുമ്പളങ്ങി നൈറ്റ്സിൽ സിമിയെ അവതരിപ്പിച്ച ഗ്രേസ് ആൻ്റണിയാണ് ഈ ആഴ്ച അതിഥി. സ്വാഗതം. താങ്ക് യു. ഫഹദ് ഫാസിലിൻ്റെ നായികയായിട്ടാണ് സിനിമയിലൊരു മുഴുനീള കഥാപാത്രം കിട്ടിയപ്പോൾ ഉള്ള എൻട്രി. മുൻപ് 1-2 സിനിമകളിൽ അഭിനയിച്ചെങ്കിലും അത് അത്ര വലിയ റോളുകളായിരുന്നില്ല. അപ്പോൾ ഇത് വേണമെങ്കിൽ കന്നി നായികാ ചിത്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സിനിമയാണ്. ഇപ്പോൾ എന്ത് തോന്നുന്നു, ആ കഥാപാത്രത്തെ പൂർണ്ണമായും പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസമുണ്ടോ? സിനിമ ചെയ്യുമ്പം പൂർണ്ണമായിട്ടും അങ്ങനെ ആവണം എന്ന് വിചാരിച്ച് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഹെൽപ്പ് ചെയ്യാൻ ഒത്തിരി ആളുകളുണ്ടായിരുന്നു. അപ്പം ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തു കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് സിനിമയ്ക്ക് റിലീസിന് ശേഷം ആളുകൾ അഭിപ്രായം പറയുമ്പോഴാണ്. ഒത്തിരി പേര് നന്നായി എന്ന് പറഞ്ഞു, നല്ല കമൻസ് ഒക്കെ കിട്ടിയപ്പോഴത്തേക്കും ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കുറച്ചും കൂടെ വലുതായി വരുന്നു. ഓപ്പോസിറ്റ് ഫഹദ് ഫാസിലായിരുന്നു. അദ്ദേഹം വ്യത്യസ്തമായ വേഷങ്ങൾ അവതരിപ്പിച്ച് പ്രതിഫലിപ്പിച്ചിട്ടുള്ള അസാധ്യമായ റേഞ്ചുള്ള ഒരു നടനാണ്. അപ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ കൂടി ഉണ്ടാവുമല്ലോ സ്വാഭാവികമായി അഭിനയിക്കുന്ന സമയത്ത്. അത് കഴിഞ്ഞിട്ട് ആ കോമ്പിനേഷനൊക്കെ പിന്നീട് കണ്ടപ്പോൾ, സ്വയം കണ്ടപ്പോൾ എന്താ തോന്നിയത്? ശരിക്കും ഇത് എങ്ങനെ ചെയ്തു എന്ന് ശരിക്കും ഞാൻ എൻ്റെ അമ്മയോടൊക്കെ എപ്പോഴും പറയും, ദൈവമേ ഞാനിത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞു ഈശ്വരാന്ന് ചോദിക്കും. പക്ഷെ അത് ആ ഒരു സമയത്ത് നമ്മൾ ആ ക്യാരക്ടറായിട്ട് നിൽക്കാൻ നേരത്ത് അതങ്ങനെ ചെയ്തു പോകുന്നതാണ്. പിന്നെ കണ്ടു കഴിയുമ്പോഴാണോ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്ന് ശരിക്കും സ്ക്രീനിൽ കണ്ടപ്പോഴാണ് തോന്നിയത്. ഫഹദുമായി കട്ടക്ക് നിന്നു എന്നാണ് ആളുകൾ പറയുന്നത്. അതെ, അങ്ങനെ പറയുന്നുണ്ട് കുറച്ച് പേരൊക്കെ. ഈ ഒരു കഥാപാത്രത്തെ ഒരു വീട്ടമ്മയുടെ കഥാപാത്രമാണ്, പുതുതായി കല്യാണം കഴിച്ച യുവതിയുടെ കഥാപാത്രമാണ്. എങ്ങനെയാണ് ആ ഭാവങ്ങളൊക്കെ, അതുപോലെ ആ സന്ദർഭങ്ങളെയൊക്കെ അവതരിപ്പിക്കാൻ കഴിഞ്ഞത്? തീർച്ചയായിട്ടും സംവിധായകനും തിരക്കഥാകൃത്തും സഹായിച്ചിട്ടുണ്ടാവും. അതിനപ്പുറത്ത് ഉള്ള ഒരു ഒബ്സർവേഷൻ അങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെയാണ് അയൽവക്കത്തെ വീട്ടിലെ ചേച്ചി എങ്ങനെയാണെന്നുള്ള ഒരു ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അത് എന്നോട് പറഞ്ഞിരുന്നു അവർ. കൂടുതലായിട്ടൊന്നും അതിന് വേണ്ടിയിട്ട് വലിയ തയ്യാറെടുപ്പുകൾ എടുക്കണം, പക്ഷെ ഞങ്ങൾ പറയുന്നതൊന്ന് ശ്രദ്ധിച്ച് നോക്കി ചെയ്യണമെന്ന്. അതിനാദ്യം പറഞ്ഞ ഒരു വീട്ടിൽ അമ്മ എങ്ങനെയാണ് പെരുമാറുന്നത്, സംസാരിക്കുന്നത്, കിച്ചണിലൊക്കെ അവർ യൂസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാനാണ് പറഞ്ഞിരുന്നത്. കൂടുതലും അങ്ങനെയാണ്. വീട്ടിൽ തന്നെ അമ്മ ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്തിരുന്നു. പിന്നെ ക്യാരക്ടറായിട്ട് നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പം ആ പറയുന്ന സമയത്ത് മാത്രം ഒബ്സർവ് ചെയ്യുന്നതല്ലാതെ നമ്മൾ മുന്നേ കണ്ടിട്ടുള്ള ഒത്തിരി സിമിമാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ആൻറ്റിമാരായിട്ടും എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവരായിട്ട് ഒത്തിരി പേരുണ്ട്. അപ്പോൾ ആ ഓർമ്മകളൊക്കെ അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. അപ്പം ചില കാര്യങ്ങളൊക്കെ കിട്ടും എവിടെ നിന്നൊക്കെയോ. അങ്ങനെ ചെയ്തു. ഗ്രേസ് ആൻ്റണി എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തി സിമിയെ പോലെയാണോ അതോ അല്ലെങ്കിൽ സിമിയുമായി ചേർന്ന് നിൽക്കുന്ന ക്യാരക്ടറാണോ അത്? സിമിയല്ല. ഞാൻ എനിക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ തുറന്ന് പറയാറുണ്ട്. സിമി എന്ന് പറയുന്നത് സിമിയെ പോലെ ഒത്തിരി പേരുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ സിമിയല്ല. സിമി എന്നേക്കാൾ ഒരുപാട് മുതിർന്ന ഒരു ഫാമിലിയെ മൊത്തം നോക്കുന്ന അമ്മ, അനിയത്തി, ഭർത്താവ്, അങ്ങനെയൊക്കെ പോകുന്ന കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ള ഒരാളാണ് സിമി. ഗ്രേസ് അങ്ങനെ അത്രമാത്രം ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കാൻ ഇപ്പം അമ്മ, അച്ഛൻ അവരൊക്കെ ഉള്ളത് കാരണം എനിക്ക് അത്ര ഭാരിച്ച ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ശരിയാണ്. ഒരു കുടുംബിനി എന്ന് പറയുമ്പോൾ എല്ലാ കാര്യത്തിലും നിലപാട് പറയണമെന്നോ അഭിപ്രായം പറയണമെന്നോ രാഷ്ട്രീയം പറയണമെന്നൊന്നുമില്ല. പക്ഷേ ഗ്രേസ് ആൻ്റണിക്ക് സ്വന്തമായ നിലപാടുകളും അഭിപ്രായവും രാഷ്ട്രീയവും ഒക്കെ ഉള്ള ആളാണ്. പറയേണ്ട സമയത്ത് ഞാൻ പറയാറുണ്ട്. പക്ഷെ അങ്ങനെ ആരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലോ അങ്ങനെയൊന്നും സംസാരിക്കേണ്ട സാഹചര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഫ്രണ്ട്സ് ആയാലും എൻ്റെ ബാക്കി സൊസൈറ്റിയിലൊക്കെ ആണെങ്കിലും പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട്. വളരെ വിധേയത്വമുള്ള കഥാപാത്രമാണ് സിമി. അങ്ങനെയാണ്. അപ്പോൾ ആ ഭർത്താവിനോടുള്ള വിനയം, വിധേയത്വം, ഇതൊക്കെയാണ് ഒരു സ്ത്രീക്ക്, ഒരു കുടുംബിനിയായ സ്ത്രീക്ക് വേണ്ടത് എന്ന അഭിപ്രായമുണ്ടോ? വേണം, തീർച്ചയായിട്ടും. ഒരു ഫാമിലിയെ കൊണ്ടുപോകാൻ നേരത്തെ എല്ലാവരെയും മനസ്സിലാക്കി അങ്ങനെ വേണ്ട. എൻ്റെ അമ്മയൊക്കെ എൻ്റെ ഫാമിലിയെ കൊണ്ടുപോകുന്ന കാണുമ്പോൾ ഞാൻ അമ്മയോട് ചോദിക്കാറുണ്ട്, അമ്മയ്ക്ക് എന്താ പപ്പയോട് കാര്യം തുറന്നു പറഞ്ഞാലെന്ന് ഞാൻ ചോദിക്കാറുണ്ട് എൻ്റെ അമ്മയോട്. ഒരു സ്ത്രീ അങ്ങനെ വേണം. പക്ഷെ എപ്പോഴും അങ്ങനെ ആയിരിക്കണം എന്നല്ല. ചില കാര്യങ്ങൾ ഇപ്പോൾ ഷമ്മിയെ പോലുള്ള ആളാണെങ്കിൽ ആരായാലും പ്രതികരിച്ച് പോകും കുറേ കഴിയുമ്പോൾ. അപ്പോൾ അത് കാരണം കുറേയൊക്കെ അങ്ങനെ വേണം. പിന്നെ ഓരോരുത്തരുടെ നേച്ചറല്ലേ, ചിലർ പ്രതികരിക്കും, ചിലർ പ്രതികരിക്കില്ല. അപ്പോൾ സിമിയെ പോലെ ആളുകളുണ്ട് എന്നാണ്. സിമിയെ പോലെയുള്ള ധാരാളം ആളുകളുണ്ട്, അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ അങ്ങനെ സ്ത്രീ പുരുഷൻ, അതിൽ പുരുഷൻ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ വിധേയപൂർവ്വം കേട്ട് വിനയപുരസ്സരം സ്വീകരിച്ച്
ചേട്ടൻ എന്തെങ്കിലും വിഷമാവുമോ എന്ന് ആലോചിച്ച് അതിൽ വിഷമിച്ച് ഒക്കെ ജീവിക്കേണ്ട ആളുകളാണോ സ്ത്രീകൾ? അങ്ങനെ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഉണ്ടോ? പുരുഷന്മാർ ഇപ്പോൾ ഒത്തിരി പേര് മാറിയില്ലേ? അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടോ? സ്ത്രീ ഞങ്ങളുടെ അടിമയാണ്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം എല്ലാവരും പോസിറ്റീവായിട്ട് തന്നെയാണ് എല്ലാം ഡീൽ ചെയ്യുന്നത്. ഇത് പറഞ്ഞ പോലെ രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട്, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും. നമ്മൾ എടുക്കുന്ന പോലെ ഇരിക്കും. ഒരു സാഹചര്യം കിട്ടി നന്നായിട്ട് നമുക്കതിനെ ഡീൽ ചെയ്യാം, മോശമായിട്ടും ഡീൽ ചെയ്യാം. നന്നായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വേണം. ലൈഫ് ഫാമിലി ആകുമ്പോഴത്തേക്കും കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വേണം. അത് ഈ ഫാമിലി അഡ്ജസ്റ്റ്മെന്റ് എപ്പോഴും ഈ പ്രത്യേകിച്ചും കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറയുന്ന സിനിമയിലെ കഥാപാത്രം, അത് അഡ്ജസ്റ്റ്മെന്റ് എപ്പോഴും സ്ത്രീയുടെ ഭാഗത്തു നിന്ന് മാത്രമായി ഉണ്ടാകും എന്നൊരു നേച്ചറാണല്ലോ. അതായത് അങ്ങനെ തന്നെ ആകുക. റിയൽ ലൈഫിലും അത്തരത്തിലൊരു, അതായത് സ്ത്രീ മാത്രം വിധേയായി നിൽക്കുക, അവൾ പറയുന്നത് പോലെ ഒക്കെ തന്നെയും, അല്ലെങ്കിൽ ഒരു വീടിന്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും അവളുടെ മാത്രം കാര്യമാണ് എന്ന് പറയുന്നൊരു റിയൽ ക്യാരക്ടറിനോട് യോജിക്കാൻ പറ്റുമോ? യോജിക്കുന്നില്ല. കാരണം ഓപ്പോസിറ്റ് നോക്കുക, സജിയുടെ ഫാമിലി സജി എങ്ങനെയാണ് ഫാമിലിയെ കൊണ്ടുപോകുന്നത്. സ്ത്രീകളും അങ്ങനെയുള്ളവരുണ്ട്, പുരുഷന്മാരും അങ്ങനെയുള്ളവരുണ്ട്. 2 എക്സാമ്പിളാണ് കുമ്പളങ്ങി നൈറ്റ്സ് നമുക്ക് തുറന്ന് കാണിച്ചു തരുന്നത്. ഇങ്ങനത്തെ ആളുകൾ സമൂഹത്തിലുണ്ട് എന്നുള്ളത്. അപ്പോൾ സ്ത്രീ മാത്രമല്ല അഡ്ജസ്റ്റ് ചെയ്യുന്നത്, അവിടെ സജി ആണെങ്കിലും ഈവൻ ആ ഏറ്റവും ചെറിയ കുട്ടിയായ ഫ്രാങ്കി ആണെങ്കിലും ഫ്രാങ്കിയാണ് ആ ഫാമിലിയെ മുഴുവൻ നോക്കിയിരിക്കുന്നത്. അപ്പം സ്ത്രീയും പുരുഷനും രണ്ടുപേരും ഒരു ഫാമിലി നന്നായിട്ട് പോകണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടവരാണ് ശരിക്കും. ഈ സിനിമയിൽ തന്നെ ഒടുവിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ സിനി മാറുന്നുണ്ട്. തൻ്റെ അഭിപ്രായം വളരെ ശക്തമായി ഭർത്താവിനോട് പറയുന്നുണ്ട്. മുഖത്ത് നോക്കിയല്ല എങ്കിൽ പോലും വളരെ ശക്തമായി പറയുന്നുണ്ട്. അത് അത്രയും അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ്. യഥാർത്ഥത്തിൽ സ്ത്രീകൾ അങ്ങനെ ഒരു ബ്രേക്കിംഗ് പോയിന്റ് വരെ കാത്തു നിൽക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ സിനിമയിലല്ല ചോദിച്ചത്, ജീവിതത്തിൽ. വേണ്ട, അങ്ങനെ വേണ്ട. തുറന്നു പറയാനുള്ള കാര്യങ്ങളും തുറന്നു പറയും. പക്ഷെ സിമിയെ സംബന്ധിച്ചിടത്തോളം സിമിയുടെ ക്യാരക്ടർ അങ്ങനെയാണ്. അത്ര കുറേ ഇമോഷൻസ് എല്ലാം ഉള്ളിൽ ഒതുക്കി സിമി അറിയാതെ പറഞ്ഞു പോകുന്നതാണ്. അനിയത്തിയുടെ കാര്യങ്ങളാണെങ്കിൽ പോലും അനിയത്തി പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ചില സമയത്ത് നമ്മൾ കാണിക്കുന്നില്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാം, ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം ഈ കാര്യങ്ങളൊന്നും ഷമിച്ചേട്ടനോട് പറയണ്ട, പക്ഷേ ഈ കാര്യങ്ങളൊക്കെ പറയണമെന്ന് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ അറിയാതെ സിമിക്ക് ഉറക്കമില്ല, പറയാതെ ഉറക്കമില്ല സിമി എഴുന്നേറ്റിരുന്ന് വെള്ളം കുടിച്ച് അവസാനം പുള്ളിക്ക് അറിയാം ഇങ്ങനത്തെ ക്യാരക്ടറാണ്, എന്നോട് പറയും എന്നുള്ള ഒരു ചിന്തയുള്ളത് കാരണം ചോദിച്ചപ്പാട് തന്നെ സിമി പറഞ്ഞു പോയി. അപ്പം ഇതാണ് സാഹചര്യങ്ങളാണ് നമ്മളെ ഓരോ പറയണോ വേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ. ഫഹദിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് സൂക്ഷ്മമായ അഭിനയം ആവശ്യമുള്ള ഒരു ക്യാരക്ടറാണ്. ഉള്ളിൽ വില്ലത്തരം ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരാൾ കുടുംബനായകനായി വരികയാണ്. അതേപോലെ തന്നെ സൂക്ഷ്മമായ അഭിനയം ആവശ്യമുള്ള ഒരു ക്യാരക്ടറാണ് സിമിയുടേതും. അപ്പോൾ അതുപോലൊരു ക്യാരക്ടറാണ് മുമ്പിലേക്ക് വരുന്നത്. ആദ്യം ഒരുപക്ഷെ ശ്യാമ കഥ പറയുമ്പോൾ തന്നെ ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതെങ്ങനെ എന്നുള്ള ഒരു ആലോചന ഉണ്ടായോ? തീർച്ചയായിട്ടും എന്നോട് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നില്ലായിരുന്നു. ആദ്യം പറഞ്ഞത് എന്ന് വെച്ചാൽ സൗബിക്കയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൗബിക്കയുടെ ആദ്യം സ്റ്റോറി ഒന്നും പറഞ്ഞിട്ടില്ല, കാരണം ഇപ്പം പറയണ്ടെന്ന് വെച്ചിട്ട് തന്നെയായിരുന്നു ഇരുന്നത്. അതുപോലെ തന്നെയായിരുന്നു ഇങ്ങനൊരു ഫുൾ ഒരു ഔട്ട്ലൈൻ പറഞ്ഞു തന്നിരുന്നു. പക്ഷേ എന്നോട് പറഞ്ഞിരുന്നത് ഒരു ടൈമിൽ സിമി പറയുന്നതിലാണ് ഷമ്മിയുടെ മൊത്തത്തിലുള്ള പിടിവിട്ട് പോകുന്നതെന്ന് പറഞ്ഞു തന്നിരുന്നു. പക്ഷെ ഇത്രയും ഡീറ്റെയിലിംഗ് ആയിട്ട് പറഞ്ഞു തന്നില്ല. അന്നത്തെ ദിവസം രാവിലെ സീൻ എടുക്കുമ്പോഴാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ശരിക്കും ടെൻഷനായി. പക്ഷേ മാറ്റിയിരുത്തി നമ്മളെ വിളിച്ചിരുത്തി എല്ലാ ഇമോഷൻസും ഡീറ്റെയിൽസും എല്ലാം വിവരിച്ച് തന്നപ്പോഴത്തേക്കുമാണ് അതിൻ്റെ ഡെപ്ത് എന്താണെന്ന് മനസ്സിലായത്. പിന്നെ ആ ഇമോഷൻസ് വെച്ച് അങ്ങോട്ട് ചെയ്യുകയായിരുന്നു ചെയ്തത്. ഷമ്മിയോടുള്ള പേടി ആദ്യത്തെ ഷോട്ട് മുതൽ തന്നെ നിഴലിക്കുമല്ലോ. അത് കാണുന്ന ആൾക്ക് തോന്നുക എന്നുള്ളതാണ് അഭിനേത്രിയുടെ വിജയം. അത് സാധിച്ചിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ കൃത്യമായും ഷമ്മിയുമായിട്ടുള്ള കോമ്പിനേഷൻ സീനിൽ ഒരു പേടി മുഖത്തുണ്ടാവണം, പറയാതെ തന്നെ അത് വരണം എന്ന് പറഞ്ഞിരുന്നോ സംവിധായകനും തിരക്കഥാകൃത്തും? തീർച്ചയായിട്ടും അവരും ഭയങ്കര ക്ലാരിറ്റി ഉള്ള ആളുകളാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ശരിക്കും അത്ഭുതം തോന്നിയിട്ടുണ്ട്. ശ്യാമേട്ടൻ ചിന്തിക്കുന്നതായിരിക്കും മധുവേട്ടൻ ചെയ്യുന്നത്. അത്രയും ക്ലാരിറ്റിയോടാണ് നമുക്കും പറഞ്ഞു തരുന്നത്, ഓരോ ആർട്ടിസ്റ്റുകൾക്കും. അപ്പോൾ ശരിക്കും ഇമോഷൻസ് എന്താണെന്ന് പറഞ്ഞു തരും. അതിൽ നമുക്ക് കിട്ടും, എല്ലാം കിട്ടും. സെക്കൻഡ് ഒരു തോട്ട് വേണ്ട. ഇമോഷൻസ് എന്താ, ഈ സമയത്ത് ഇന്നതായിരിക്കും ഇമോഷൻസ്. അപ്പം നമുക്ക് മനസ്സിലാവാം. അപ്പോൾ ഇപ്പോൾ ഭയം എന്തായാലും ഉണ്ടാവും ഉള്ളിൽ. ആ ഭയം പുറത്തേക്ക് കൊണ്ടുവന്നാൽ മാത്രം. എവിടെയെങ്കിലും ആ ഭയം മിസ്സായി പോയി കഴിഞ്ഞാൽ റീടേക്ക് വേണ്ടി വരില്ലേ? ഇത് അങ്ങനെ മിസ്സായി പോവേണ്ടി വന്നിട്ടില്ല. കാരണം സിമിക്ക് എപ്പോഴും ഭയമാണ് ഷമ്മിയെ. സിമിയുടെ ഒരു ഷോട്ട് പോലും അത്ര ചിരിച്ചോ അല്ലെങ്കിൽ വാവെന്ന് പറഞ്ഞിരിക്കുന്നത് പോലും ഇല്ല. ഈവൻ ഫുഡ് കഴിക്കുന്ന സമയത്താണെങ്കിൽ ചിരിച്ചിട്ട് തിരിയുമ്പോഴത്തേക്കും ഒരു വളിച്ച ചിരി ഷമ്മി ചിരിക്കുമ്പം അവിടെ അടങ്ങുകയാണ് സിമി.
അപ്പോൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നു. അവിടെയാണ് ഞാൻ നേരത്തെ ചോദിച്ചത് ഫഹദുമായിട്ടുള്ള കോമ്പിനേഷൻ സീനിൽ ഫഹദിന് അത്ര എക്സ്പീരിയൻസ് ഉണ്ട്, ആ തരത്തിലുള്ള സൂക്ഷ്മാഭിനയം കഴിയുമെന്ന് ഒട്ടേറെ തവണ തെളിയിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഓപ്പോസിറ്റായിട്ട് ഗ്രേസ് വരികയാണ്. അപ്പോൾ ഗ്രേസിൻ്റെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്ക് ഉണ്ടായാലും അല്ലെങ്കിൽ ഒന്ന് മിസ്സായി പോയാലും അവിടെ ഒരു റീടേക്ക് വേണം, ഫഹദ് ഒരിക്കൽ കൂടി എഫർട്ട് എടുക്കേണ്ടി വരുമല്ലോ, അങ്ങനത്തെ അനുഭവം ഉണ്ടായോ? അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാറുണ്ട്. അത് ഫഹദ്ക്കയുടെ ചിലപ്പം നമ്മൾ സിങ് സൗണ്ട് ആണ് ഷൂട്ട് ചെയ്തിരുന്നത്, അപ്പം ചില ടെക്നിക്കൽ ഇഷ്യൂസ് വരാറുണ്ട്, ചിലപ്പം ഇമോഷൻസ് ഒക്കെ തന്നെ കുറച്ചുകൂടെ ആഡ് ചെയ്യാം അവിടെ. അപ്പോൾ അവിടെ നിന്ന് കമൻസ് വരും, എന്നാൽ നമുക്ക് ഇത് ചെയ്യേണ്ട, മാറ്റി ചെയ്യാം, അങ്ങനെ റീടേക്സുകൾ വന്നിട്ടുണ്ട്. ഫഹദിന് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല, ഇക്കും അങ്ങനെ പ്രശ്നമില്ല, നമുക്ക് ആർക്കും സെറ്റിൽ ഒരാൾക്കും അങ്ങനെ പ്രശ്നമില്ല. നല്ലത് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ, റിസൾട്ടിന് വേണ്ടിയിട്ടല്ലേ, അപ്പോൾ ആർക്കും ഒരു പ്രശ്നമില്ല. ബെറ്റർ റിസൾട്ടിന് എത്ര എക്സ്ട്രീം വരെ പോകാനും തയ്യാറാകുന്ന ഒരു സംവിധായകൻ, ഒപ്പം തന്നെ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു നായകൻ, ഇതൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും വരുന്ന കുറേ നമുക്ക് വരുന്നൊരു സംഘർഷം ഉണ്ടല്ലോ മനസ്സിൽ. ആ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ചും ഈ ഷൂട്ട് തുടങ്ങുന്ന ദിവസം മുതൽക്ക് തന്നെ. ആദ്യത്തെ ദിവസം നമുക്കറിയില്ല എങ്ങനെയാണ്, സ്ക്രീനിലായിരിക്കുമല്ലോ ഫഹദിൻ്റെ അഭിനയത്തെക്കുറിച്ച് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. ആ സംഘർഷമൊക്കെ ഉണ്ടായിരുന്നോ മനസ്സിൽ? ഫഹദ്ക്കായിട്ട് കോമ്പിനേഷൻസ് വരുമ്പോൾ ഉള്ള ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. ഞാൻ ഇക്കേൻ്റെ വലിയൊരു ഫാനാണ്, അപ്പം അങ്ങനെ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ പോകെ പോകെ അതും കുറഞ്ഞു വരികയായിരുന്നു ചെയ്തത്. ഇക്ക ഒത്തിരി സംസാരിക്കില്ല, പക്ഷേ നമുക്ക് അങ്ങോട്ടേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി തരും. അതായത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇവിടെ നിന്നോട്ടെ, ഇങ്ങനെ ചെയ്തോട്ടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് ചെയ്തോളൂ, പറ്റില്ലെങ്കിൽ പറ്റില്ല എന്നൊക്കെ പറയുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ അത് കാരണം വേറെ വർക്കിൻ്റെ സമയത്ത് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഹാപ്പി വെഡിങ് എന്ന് പറയുന്ന സിനിമയിൽ ഒരു കോളേജ് സ്റ്റുഡൻറ്റിൽ നിന്ന് ഒരു വീട്ടമ്മയിലേക്ക് ഒരു മാറ്റമായിരുന്നു. അപ്പോൾ ചിലപ്പോൾ കോളേജ് സ്റ്റുഡൻറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നമുക്കതൊന്ന് ഫീൽ ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ പറ്റുമായിരിക്കും. പക്ഷേ ഇത് വളരെ മെച്യൂർഡായ ഒരു ക്യാരക്ടറായിരുന്നു. ഈ രണ്ട് ക്യാരക്ടേഴ്സിനെയും സ്വയം എപ്പോഴെങ്കിലും ഈ ഇതിനോടകം തന്നെ വിലയിരുത്തിയിട്ടുണ്ടാവുമല്ലോ, എങ്ങനെയാണ്? കാരണം ആദ്യത്തെ ക്യാരക്ടർ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ ആയിരുന്നിട്ടുണ്ടാവില്ലല്ലോ രണ്ടാമത്തെ ക്യാരക്ടറിനെ കുറിച്ച് പറയുമ്പോൾ. ഈ രണ്ട് ക്യാരക്ടേഴ്സിൽ ഏറ്റവും നന്നായി സ്മൂത്തായി ചെയ്തു പോയത് ഏതായിരുന്നു? എൻജോയ് ചെയ്തത് ഓഫ് കോഴ്സ് കുമ്പളങ്ങി നൈറ്റ്സ് ആണ്. കാരണം ഏതൊരു ആക്ടറും ആഗ്രഹിക്കുന്നത് നമ്മൾ പെർഫോം ചെയ്യാൻ സ്പേസ് ഉള്ള ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുക. അപ്പം ഹാപ്പി വെഡിങ് കണ്ട് എന്നെ ശ്യാമേട്ടൻ വിളിക്കുമ്പോൾ ഏറ്റവും സന്തോഷം ഇത്രയും സ്പേസ് ഉള്ള ഒരു സിനിമയിൽ ഇത്രയും സ്പേസ് ഉള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ വിളിക്കുന്നതിലാണ്. അപ്പം സിമിയെ ചെയ്യുന്ന സമയത്ത് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, എന്നിൽ ഒരുപാട് അകലെയാണ് സിമി. അപ്പം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് നമ്മൾ വീണ്ടും ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. കോളേജ് ലൈഫാണെങ്കിൽ ഞാൻ കോളേജിൽ പഠിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ ചെയ്തത് ഹാപ്പി വെഡിങ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അതിലേക്ക് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരുന്നു. പക്ഷേ കുമ്പളങ്ങി നൈറ്റ്സിൽ സിമി എന്ന് പറയുന്ന ഒത്തിരി, ഇനി ഞാൻ കുറച്ച് വർഷങ്ങളോട് കഴിഞ്ഞാലേ ഞാൻ സിമി ആവുകയുള്ളൂ, അല്ലെങ്കിൽ സിമിയെ പോലെ ആളുകളെ കുറച്ചും കൂടെ അനുഭവിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം അത് വലിയൊരു ചലഞ്ചായിരുന്നു ശരിക്കും സിമിയെ ചെയ്യാൻ. ഇനിയിപ്പോൾ സ്വാഭാവികമായും കുമ്പളങ്ങി നൈറ്റ്സ് വളരെയധികം ഹിറ്റായി നിൽക്കുന്നൊരു സമയമാണ്. മെച്യൂർഡ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്ത് സക്സസ് ആവുകയും ചെയ്തു. ഇനിയിപ്പോൾ വരാൻ പോകുന്നത്, പ്രത്യേകിച്ചും പലപ്പോഴും പല അഭിനേത്രികളുടെയും ഒരു പ്രശ്നം, ഈ മെച്യൂരിറ്റി ഉള്ള ക്യാരക്ടേഴ്സ്, ഇപ്പോൾ ഗ്രേസിൻ്റെ പ്രായത്തിലുള്ള ഒരാളിന് വളരെ മെച്യൂർഡ് ആയിട്ടൊരു ക്യാരക്ടറൊക്കെ വന്നു കഴിഞ്ഞാൽ പലരും അത് റിജക്റ്റ് ചെയ്യുകയാണ് പതിവ്. പക്ഷേ എന്തായിരിക്കും ഗ്രേസിൻ്റെ തീരുമാനം? എനിക്ക് പെർഫോം ചെയ്യാൻ സ്പേസ് ഉണ്ടെങ്കിൽ അങ്ങനെ ഏജോ അല്ലെങ്കിൽ ലുക്കോ അതൊന്നും ഞാനത് നോക്കാറേ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ സിമി ചെയ്യില്ലായിരുന്നു. പക്ഷെ എന്നെ അട്രാക്റ്റ് ചെയ്തത് ക്യാരക്ടറും ആ ഒരു ടീമുമാണ്. അങ്ങനത്തെ ഒരു ടീമും നല്ലൊരു ക്യാരക്ടറും വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ചെയ്യും. ഗ്രേസിനെ കുറിച്ച് തീർച്ചയായും ഹാപ്പി വെഡിങ്സ് കണ്ടിട്ടുള്ള ആളുകൾക്ക് ആ ഒരു സീൻ ഓർമ്മയുണ്ടാവും. പക്ഷെ ആരാണെന്നൊക്കെ അത്ര അധികം ആളുകൾക്ക് ഓർമ്മയുണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പ്രേക്ഷകർക്ക് വേണ്ടി ഈ സിനിമ എന്നുള്ളത് ഒരു വലിയ മോഹമായിരുന്നു. എങ്ങനെയാണ് ഒരു സിനിമ അഭിനേത്രി ആവണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹവും പിന്നെ ഓഡീഷന് പോക്കും ഒക്കെ വരുന്നത് എങ്ങനെയാണ്? ചെറുപ്പത്തിലേ മുതൽ ആഗ്രഹമാണ്. അതിനുവേണ്ടി ഞാൻ അമ്മയുടെ അച്ഛൻ്റെ ഒരുപാട് അടി കൊണ്ടിട്ടുണ്ട്. കാരണം കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മാറില്ലായിരുന്നു. 24 മണിക്കൂർ അഭിനയം എന്നുള്ള വിചാരമായിരുന്നു. പക്ഷേ പോകെ +2 ഒക്കെ എത്തിയപ്പോൾ ഞാൻ സ്കൂൾ ഡ്രാമാസിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി. അങ്ങനെ +2 സ്റ്റേറ്റിൽ പോയപ്പോൾ അവിടെ ബെസ്റ്റ് ആക്ട്രസ് ആയി. പിന്നെ ഒരു പ്രൊഫഷണൽ ഡ്രാമ ചെയ്തു. അത് ചെയ്ത സമയത്ത് എനിക്ക് തോന്നുന്നു ശ്യാമപ്രസാദ് സാറൊക്കെ ഉണ്ടായിരുന്നു ആ ഡ്രാമ കാണാൻ. സാറ് വന്നിട്ട് ഇങ്ങനെ നന്നായി എന്ന് പറയുന്ന അവിടെ തൊട്ടാണ് എൻ്റെ കോൺഫിഡൻസ്, അവിടെ ടേണിംഗ് പോയിന്റ് വരുന്നത്. ശ്യാം സാർ വന്നിട്ട് പറഞ്ഞു നന്നായിട്ടുണ്ട് എന്ന്. എനിക്കറിയില്ല ശ്യാം സാർ ഇപ്പോൾ എൻ്റെ ഓർമ്മയുണ്ടോ എന്നൊക്കെ. പക്ഷെ അവിടെ നിന്നാണ് കോൺഫിഡൻസ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഡിഗ്രി വന്നു. ഡിഗ്രി സമയത്ത് ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് കോൾ കണ്ടു, ഓഡീഷന് പോയി, ഹാപ്പി വെഡിങ് സെലക്ട് ആയി. അങ്ങനെയാണ് എൻ്റെ ജേർണി എന്ന് പറയുന്നത്. ഇപ്പോൾ
ഹാപ്പിയാണ്. ഇനിയിപ്പോൾ വരാനുള്ള പ്രോജക്റ്റുകളെ കുറിച്ചുള്ള ആലോചനകളായിരിക്കും സ്വാഭാവികം. എനിക്ക് തോന്നുന്നു ഒരു ഫിലിം ഇനിയിപ്പോൾ റിലീസിന് ഒരുങ്ങുകയാണ് അല്ലേ, അതിനെക്കുറിച്ച് കൂടി. അത് നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിൻ്റെ തന്നെ ക്യാമറമാൻ ഷൈജു ഖാലിദും സമീർ താഹിറും അവർ രണ്ടുപേരും കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്ന മൂവിയാണ്. സുഡാനി ഫ്രം നൈജീരിയയ്ക്ക് ശേഷം അവരുടെ പ്രൊഡക്ഷൻ്റെ വരുന്ന മൂവിയാണ്. വിനയ് ഫോർട്ടാണ് അതിലെ അപ്പോൾ അതും ഹിറ്റായിരിക്കും. പൊതുവേ ഈ ടീമിന്റെ സിനിമകൾ വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെടാറുണ്ട്. അതെ അതെ അതെ, എക്സ്പെക്ട് ചെയ്യുന്നു അങ്ങനെ. ഭാവി ദൈവം അറിയില്ല. അതിലെ ക്യാരക്ടറിന്റെ സ്വഭാവം മുഴുനീള നായിക കഥാപാത്രമാണ്. 3 നായികമാരാണ് അതിൽ. അപ്പോൾ അതിലൊരു ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞു. അതിലൊരു മുസ്ലിം ക്യാരക്ടറാണ്. ഇതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ഡ്രാമ ഒരു ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോം ആണല്ലോ, ഒരു പ്രൊഫഷണൽ ഡ്രാമയിൽ ചെയ്യുകയും ചെയ്തു. പ്രത്യേകിച്ചും നമ്മളിപ്പോൾ ഫിലിമിൽ ചെയ്യുമ്പോൾ അല്ല ഡ്രാമ, കുറച്ചുകൂടി ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം. ആ ഡ്രാമയിൽ ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഡ്രാമ എന്ന് പറയുന്നത് സിനിമ നമുക്ക് ടേക്ക് എടുക്കാം, കട്ട് പോവാം, ഇതൊക്കെ നമുക്ക് ചെയ്യാം. ഇതെല്ലാം സ്പേസ് ഉണ്ട്. നമുക്ക് പറ്റിയില്ലെങ്കിൽ ടയർഡാണെങ്കിൽ നമുക്ക് ടയർഡാന്ന് പറഞ്ഞ് നിർത്തിയിട്ട് പോകാം. പക്ഷേ ഡ്രാമ അങ്ങനെയല്ല. സ്റ്റേജിൽ മുമ്പിൽ ആളുകൾ ഓഡിയൻസ് വന്ന് നിൽക്കുമ്പോൾ പിന്നെ വയ്യായികയില്ല, ഒന്നുമില്ല, ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം അതും എൻ്റെ ഡ്രാമ എന്ന് പറയുന്നത് മത്സ്യഗന്ധി എന്നായിരുന്നു ഡ്രാമയുടെ പേര്. അത് സജിതാ മഠത്തിൻ്റെ സ്റ്റോറി എടുത്തിട്ടാണ് അത് ചെയ്തത്. അത് ഒരു 1.5 മണിക്കൂറിൻ്റെ സോളോ പെർഫോമൻസ് ആണ്. ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ നടന്മാരോ നടിമാരോ ഒന്നുമില്ല. സോളോ പെർഫോമൻസ് ആണ്. അതിൽ ഒറ്റയ്ക്ക് പിടിച്ച് നിൽക്കണം. ഒരു അരയത്തിയുടെ ഒരു സ്റ്റോറി ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. എൻ്റെ ഒരു ഏജ് പോലും അല്ല, എന്നിൽ നിന്ന് ഒരുപാട് അകലെ, ഇതുപോലെ സിമിയിൽ നിന്ന് ഒരുപാട് അകലെയുള്ളൊരു ക്യാരക്ടറാണ്. അരയത്തിയുടെ ക്യാരക്ടറായിരുന്നു, ഒരു മുക്കുവ സ്ത്രീയുടെ ക്യാരക്ടർ. അതും ഇതുപോലെ തന്നെ ആ സ്ത്രീയുടെ 4 ഇമോഷൻസ് ആണ്. ആ 4 ഇമോഷൻസും ഒരു കൊച്ചി സ്ലാങ്ങിൽ അതുപോലെ തന്നെ പറഞ്ഞു പഠിച്ച് അങ്ങനെ ചെയ്ത അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫിഡൻസ് തന്ന ഒരു സ്റ്റേജ് തന്നെയായിരുന്നു. നമുക്ക് പ്രത്യേകിച്ച് ക്യാമ്പോ മറ്റും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഒരു നാടിൻ്റെ കൂടി കഥയാണല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ക്യാമ്പുകളോ സ്വാഭാവികമായും ഈ സ്ലാങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനോട് താതാത്മ്യം പ്രാപിക്കേണ്ടതുണ്ട്. ക്യാമ്പ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ നമ്മൾ ഓരോ മീറ്റിംഗ്സിലും ഇങ്ങനെ ഓരോ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നിരുന്നു കൂടുതൽ. എനിക്ക് തോന്നുന്നു ക്യാമ്പ് ഉണ്ടായിരുന്നത് മാത്യുവിനാണ്. മാത്യു ഒരു 6 month ട്രെയിനിങ് ഉണ്ടായിരുന്നു മാത്യുവിന്. മാത്യു ന്യൂ കമർ ആയത് കാരണം തന്നെ കുറച്ച് ലൈഫ് സ്കിൽസ് ഒക്കെ അവന് പഠിക്കണമായിരുന്നു. ബാക്കി അങ്ങനെ ആർക്കും ക്യാമ്പ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. സിനിമ യാത്ര എന്തായാലും മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുകയാണല്ലോ. ഈ കുമ്പളങ്ങി നൈറ്റ്സ് ഇറങ്ങിക്കഴിഞ്ഞിട്ട് എന്താ പൊതുവെയുള്ള പ്രതികരണം? ഞാൻ പറയുന്നത് ജനങ്ങളുടെ എന്നല്ല, ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ഉള്ള അഭിനന്ദനങ്ങൾ വന്നിട്ടുണ്ടാവും. അടുത്ത പ്രോജക്റ്റിൽ സൈൻ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന ആളുകൾ ഉണ്ടാവും. അതൊക്കെ എങ്ങനെയാണ്? ഇൻഡസ്ട്രിയിൽ നിന്ന് കുറച്ച് പേരൊക്കെ എന്നെ കോണ്ടാക്ട്സ് ഉള്ള കുറച്ച് പേരൊക്കെ മാത്രം അങ്ങനെ ചോദിച്ചു, നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. പുതിയ പ്രോജക്ട്സ് ഇങ്ങനെ സംസാരമുണ്ട്. അപ്പോൾ അതിലും നല്ല ക്യാരക്ടേഴ്സ് വരുവാണെങ്കിൽ തിരഞ്ഞെടുക്കുമെന്നല്ലാതെ വേറെ ഉത്തരവാദിത്തങ്ങളും ഞാൻ ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല. സെലക്റ്റീവാണ്, ഏത് കഥാപാത്രം വന്നാലും ചെയ്യുമെന്നില്ല. കുറച്ച് സെലക്റ്റീവ് ആവാനുള്ളൊരു മൈൻഡാണ്. ഒന്ന് ഇപ്പോൾ ബ്രേക്ക് കിട്ടിയ മൂവി വളരെ അംഗീകരിക്കപ്പെട്ട ഒരു മൂവിയാണ്. സ്വാഭാവികമായി എല്ലാവർക്കും നല്ല സിനിമയിൽ അഭിനയിക്കാനാണ് താല്പര്യം. പക്ഷേ ഇറങ്ങുന്ന എല്ലാ സിനിമകളും നല്ലതാവണമെന്നില്ലല്ലോ. അപ്പോൾ പക്ഷെ നമ്മൾ ഒരു പ്രൊഫഷനായി സ്വീകരിച്ച ഇതിൻ്റെ എല്ലാ വശങ്ങളും, അതായത് സാമ്പത്തികം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണല്ലോ. അതുകൊണ്ട് നല്ല സിനിമയിൽ മാത്രം അഭിനയിക്കുക എന്നൊരു തീരുമാനമൊക്കെ നടക്കുമോ, പ്രായോഗികമാവുമോ? അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഈ ഗ്യാപ്പ് കിട്ടിയ സമയത്തൊക്കെ ഒത്തിരി ചിത്രം ചെയ്താനേ. പക്ഷേ എന്തോ അങ്ങനെ ഒരു ചിന്തയില്ല എനിക്ക്. ആദ്യം ഹാപ്പി വെഡ്ഡിങ് ചെയ്യുന്ന സമയത്താണെങ്കിൽ അതിനെപ്പറ്റി ചിന്തകളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് 1-2 ക്യാരക്ടേഴ്സും അനുഭവങ്ങളും ഒക്കെ വന്നപ്പോഴത്തേക്കും എല്ലാം ക്യാരക്ടർ റോൾസിലേക്ക് ഇങ്ങനെ പോവുമായിരുന്നു. അപ്പോൾ അന്ന് ചേഞ്ച് ബ്രേക്ക് എടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴാണ് ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് സിനിമയെ കിട്ടിയത്. കുടുംബാംഗങ്ങളൊക്കെ ഇപ്പോൾ സന്തോഷവാന്മാരും സന്തോഷവതികളുമാണോ? ഇപ്പോഴും എല്ലാവരും എപ്പോഴും. അല്ല, നേരത്തെ അഭിനയിക്കാനുള്ള ആഗ്രഹത്തിന്റെ പേരിൽ അച്ഛനും അമ്മയും തല്ലുന്നാലും പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ചോദിച്ചത്. അത് എനിക്ക് തോന്നുന്നു ഹാപ്പി വെഡ്ഡിങ് ഞാൻ ഓഡീഷന് പോകുന്ന അറിഞ്ഞപ്പോഴാണ് അവർ ഞാൻ ഇത്രയും സീരിയസ് ആയിരുന്നു എന്ന് തന്നെ ചിന്തിച്ചത്. അവിടെ മുതൽ എൻ്റെ കൂടെ അവരുണ്ട്, ത്രൂ ഔട്ട് ഉണ്ട്. അതിന് മുമ്പ് വരെ, കാരണം ഈ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്നതല്ലാതെ പഠിത്തമൊന്നുമില്ല, പഠിത്തത്തിലേക്കൊന്നും തിരിയുന്നില്ല. അപ്പോൾ ഏത് അച്ഛനമ്മമാരായാലും വഴക്ക് പറയുകയോ അടിക്കുകയോ ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പം ഇപ്പം അമ്മ പറയുന്നുണ്ട്, നിന്നെ അടിച്ചത് വെറുതെ ആയി പോയിന്നൊക്കെ. അടി വേസ്റ്റ് ആയി പോയി. അതെ, അടി വേസ്റ്റ് ആയി പോയത്. സോഷ്യൽ മീഡിയയിലൊക്കെ ഗ്രേസ് ആന്റണി ആക്റ്റീവാണ്? ആക്റ്റീവാണ്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കൊക്കെ ആക്റ്റീവാണ്. നമ്മളിപ്പോൾ കൂടുതലും നേരത്തെ പറഞ്ഞല്ലോ, നിലപാടുകളും അഭിപ്രായങ്ങളും പറയുന്ന കാര്യം കൂടുതൽ പേരും ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയ ആണ്. അത്തരത്തിൽ ചുറ്റുമുള്ള സാഹചര്യങ്ങളിൽ നിലവിൽ നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ
ഇതൊക്കെ നിരീക്ഷിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് അഭിപ്രായം ഞാൻ പറയും, പക്ഷെ അതെനിക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ പോസ്റ്റ് ചെയ്യണമെന്നോ അങ്ങനെ ഒന്നുമില്ല. എൻ്റെ നിലപാടുകൾ ഞാൻ ഒരുപാട് പേരിലേക്ക് എത്തിച്ച് അവരുടെ ഇഷ്ടവും അനിഷ്ടവും സമ്പാദിക്കുന്നതിലും ഭേദം എന്നെ മനസ്സിലാക്കുന്ന കുറച്ച് ആളുകളോട് പറഞ്ഞ് അവരെ മനസ്സിലാക്കുന്നതല്ലേ, അതാണ് എൻ്റെ ഒരു പോളിസി. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഫാമിലി അങ്ങനെ നോക്കാറുള്ളൂ. എനിക്ക് നല്ല കാര്യങ്ങൾ ഇടണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ നല്ല കുറച്ച് ഞാൻ പോസ്റ്റുകൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിലാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതൊക്കെ കാണാറുണ്ട്, അറിയാറുണ്ട്, എല്ലാം മനസ്സിലാക്കാറുണ്ട്. നെഗറ്റിവിറ്റിയും ഇതുപോലെ വരാം. ഇപ്പോൾ കുമ്പളങ്കി നൈറ്റ്സിന് അത് വന്നില്ല. നാളെ ഒരു സിനിമയ്ക്ക് ആളുകൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇപ്പോൾ നല്ലതാണ് എന്ന അഭിപ്രായം പറഞ്ഞ ആളുകളൊക്കെ വിമർശിക്കും, അതല്ലെങ്കിൽ മോശമാണ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു മാനസികാവസ്ഥ കൂടി, എന്നുവെച്ചാൽ ഒരു സിനിമ വിജയമായില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രതീക്ഷക്കൊത്ത് ഉയർന്നില്ലെങ്കിൽ ഇപ്പോൾ വാഴ്ത്തുന്ന ആളുകൾ ഇകഴ്ത്തുകയും ചെയ്യും എന്നൊരു സാഹചര്യം കൂടി ഇല്ലേ? അത് പൊതുവെ സൊസൈറ്റി മാത്രമല്ലേ, നമ്മുടെ ഫാമിലി ആണെങ്കിൽ പോലും ഇപ്പം നല്ലതെന്ന് കണ്ട അമ്മയാണെങ്കിൽ അച്ഛനാണെങ്കിൽ നല്ലതെന്ന് പറയും, ചീത്ത കണ്ട അവരും പറയും നല്ലതാണ് ചീത്തയാണെന്നൊക്കെ അവരും പറയും. ഇത് മനുഷ്യന്മാരല്ലേ, നല്ലതും ചീത്തയൊക്കെ തിരിച്ചറിയാനുള്ള പ്രായം എല്ലാവർക്കും ഉണ്ടല്ലോ, അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പിന്നെ തീർച്ചയായിട്ടും മാനിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഈ സൈബർ ലിഞ്ചിങ്ങും നമ്മൾ പറയുന്ന അഭിപ്രായം വളരെ കോൺഷ്യസ് ആവണം എന്നൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ അത്രയും അവെയർ ആയിരിക്കുന്ന ഒരു സമയം, മീഡിയ അത്രയും അവെയർ ആയിരിക്കുന്ന സമയം. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് അതങ്ങ് പറഞ്ഞു പോകാൻ പറ്റും. അതായത് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം നല്ല അഭിപ്രായങ്ങൾ നമ്മൾ സ്വീകരിക്കണം. നമ്മൾ ചെയ്തത് എല്ലാം നന്നാവണമെന്ന് നമ്മൾ ഒരിക്കലും പറയരുത്. ഞാൻ ചെയ്യുന്നത് എല്ലാം നല്ലതാണെന്ന് വാദിക്കും. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമുക്ക് അതിൻ്റെതായ ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവുമല്ലോ. ചില സമയങ്ങളാണ് ചേച്ചി, ചില സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്നത് നല്ലതാണെന്ന്, പക്ഷെ അത് നല്ലതായിരിക്കില്ല. അപ്പം അത് പറയുമ്പോൾ നമ്മൾ നെഗറ്റീവ് കമൻസ് വരുമ്പോൾ ചിന്തിക്കണം. നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് മൈൻഡ് ചെയ്യണ്ട, അതിന്റെ വഴിക്ക് വിട്ടേക്കുക. കുമ്പളങ്ങി നൈറ്റ്സ് കണ്ടിട്ട് ആരെങ്കിലും ഇത് ഇഷ്ടമായില്ല? ദൈവം സഹായിച്ച് ആരും പറഞ്ഞിട്ടില്ല, ദൈവം സഹായിച്ച ഒരു കമന്റ്സ് പോലും അങ്ങനെ വന്നിട്ടില്ല. ദൈവത്തിന്റെ അനുഗ്രഹം. അതെ. അപ്പോൾ ഇനി ഒരു സിനിമയെക്കുറിച്ച് വിനയ് ഫോർട്ട് നായകനായ ഇതേ ടീമിൻ്റെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയെക്കുറിച്ച് പറഞ്ഞു. അതിനുശേഷമുള്ള ഏതെങ്കിലും പ്രോജക്റ്റുകൾ ആലോചനയിലുണ്ടോ? അതായത് കഥ കേട്ട് ഡിസിഷൻ എടുക്കാൻ ഇനിയും സമയമുള്ള ഏതെങ്കിലും പ്രോജക്റ്റുകളുണ്ടോ? 1-2 പ്രോജക്ട്സ് ഉണ്ട്, അങ്ങനെ കുറച്ച് വെയിറ്റിങ്ങിലാണ്. അത് ഒരെണ്ണം അവർ വെയിറ്റ് ചെയ്യുന്നു, ഒരെണ്ണം ഞാൻ വെയിറ്റ് ചെയ്യുന്നു. സിനിമയെക്കുറിച്ച് വളരെ നേരത്തെ തന്നെ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തിരുന്ന ആളാണല്ലോ. സ്വാഭാവികമായും ഈ ക്യാരക്ടർ എനിക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ഇന്നൊരു ക്യാരക്ടർ എനിക്ക് കിട്ടിയാൽ കൊള്ളാം എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ക്യാരക്ടർ? ഏത് സിനിമ കണ്ടിട്ടാണോ? ഏതെങ്കിലും സിനിമ കണ്ടിട്ട്? ഏതെങ്കിലും സിനിമയിൽ? അയ്യോ, അങ്ങനെയില്ല. ഒരാള് ചെയ്ത് പ്രതിഫലിച്ച് വെച്ചിരിക്കുന്ന ഒരു ക്യാരക്ടറിനെ പിന്നെ ഞാനായിട്ട് മാറ്റാനായിട്ട് എനിക്കങ്ങനെ അതിലൊരു ചലഞ്ചൊന്നും ഞാൻ ഏറ്റെടുക്കുന്നില്ല. അങ്ങനെ ഒരു ക്യാരക്ടർ എനിക്കിഷ്ടമാണ്, ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ, അങ്ങനെ ഒരു ക്യാരക്ടർ ലഭിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നുന്ന ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ഉണ്ടോ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഒത്തിരി ഉണ്ട്. പക്ഷെ അത് എനിക്ക് എൻ്റെ എന്താ പറയുക, ഞാൻ കണ്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയാനായിട്ട് തേന്മാവിൻ കൊമ്പത്തെ ശോഭന മാമിൻ്റെ അതൊക്കെ കാണാൻ ശരിക്കും ഇങ്ങനെ അവരുടെയൊക്കെ അഭിനയം കണ്ടിട്ടാണ് ഞാൻ വളർന്നതൊക്കെ. അപ്പം അവരാണ് ശരിക്കും പറഞ്ഞത്, അതാണ് ശരിക്കും ഓരോ ശോഭന മാമൊക്കെ ഓരോ ക്യാരക്ടർ ആകുമ്പം നമ്മൾക്ക് അവരായിട്ട് തന്നെ തോന്നും. അപ്പം ഇപ്പോഴത്തെ കുറേ എന്താ പറയുക, ഇപ്പോൾ ആളുകൾ പറയുന്നത് കുറേ മരം ചുറ്റി പ്രേമം അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പണ്ടും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഓരോ ആക്ടേഴ്സും അതിനെ ഡീൽ ചെയ്യുന്നതും ട്രീറ്റ് ചെയ്യുന്നതും പോലെ ഇരിക്കും ഓരോ ഭംഗി. അപ്പം അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ശോഭന മാമിൻ്റെ എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര ഇഷ്ടമാണ്. ശോഭനയാണോ പ്രിയപ്പെട്ടത്? അതെ അതെ, ശോഭന മാമാണ്. നടനോ? ഓഫ്കോഴ്സ് നമ്മുടെ ലാലേട്ടൻ. പിന്നെ മമ്മൂക്കയെ ഭയങ്കര ഇഷ്ടം. അത് ഓരോ ക്യാരക്ടേഴ്സും ഓരോരുത്തരുടെ കാണുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ക്രേസ് തോന്നും. ലാലേട്ടൻ, മമ്മൂക്ക, ഇവരുടെയൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇവരുടെയൊക്കെ അഭിനയം കണ്ടിട്ടാണ് ശരിക്കും. ഇത് തേന്മാവിൻ കൊമ്പത്തെ തന്നെ ലാലേട്ടൻ്റെ ഈ ഒരു സീനുണ്ട്, മറ്റേ ഒരു കടയിൽ വന്ന് നിന്നിട്ട് സാധനങ്ങൾ മേടിക്കുന്ന ഒരു സീനുണ്ട്. ആ സീൻ ഞാനിങ്ങനെ ലാലേട്ടൻ്റെ ഓരോ ഇതുപോലെ ആരോ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു കണ്ടിട്ടുണ്ട്, ഓരോ വിരലും ഇങ്ങനെ അഭിനയിക്കും എന്നൊക്കെ. ആ സീൻ കാണുമ്പോൾ ഒത്തിരി ഞാൻ ഒത്തിരി ഒബ്സർവ് ചെയ്തിട്ടുണ്ട് ആ സീൻ ഒത്തിരി. അതുപോലെ തന്നെ ഫഹദ്ഖാനെ ഒത്തിരി ഇഷ്ടമാണ്. ഇപ്പോൾ ഇതുവരെ സഹകരിച്ച സിനിമകളിൽ ഫഹദിന്റെ അഭിനയമാണ് ഏറ്റവും അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. ലൈവ് കണ്ടിട്ട് ഉള്ളൊരു ഇഷ്ടമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഫഹദ് എന്ന് പറയുന്ന നടനെ ഇഷ്ടമാണ്, പക്ഷെ ലൈവ് അത് നേരിട്ട് കണ്ടപ്പോൾ ശരിക്കും ഒരു ആരാധന കൂടി എന്ന് വേണമെങ്കിൽ. നേരത്തെ ചോദിച്ചല്ലോ ഏത് കഥാപാത്രം ചെയ്യാനാണ് ആഗ്രഹം.
അപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഫഷൻ, ഇപ്പോൾ ഒരു പോലീസ് ഓഫീസറായിട്ട് അഭിനയിക്കണം, അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവായിട്ട് അഭിനയിക്കണം, അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്ത തരങ്ങളുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? പോലീസൊക്കെ ആവാനുള്ള ഒരിതുണ്ടോ? അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു നമ്മളെ കണ്ടിട്ട് ഒരാൾ ഇന്ന ക്യാരക്ടർ ഇന്ന ക്യാരക്ടറിന് ഇയാൾ ആപ്റ്റാണെന്ന് തോന്നുന്നിടത്താണ് ശരിക്കും ഒരു ഭംഗിയെന്ന് തോന്നുന്നു. അല്ലാണ്ട് എനിക്കിതെല്ലാം പറ്റുമെന്ന് അവരോട് പറഞ്ഞിട്ട് ഞാനിത് ചെയ്താൽ നന്നായിരിക്കും എന്ന് പറയുന്നതിനേക്കാളും നിങ്ങളിത് ചെയ്താൽ നന്നായിരിക്കും എന്ന് പറയുന്നതിനല്ലേ ഒരു ഭംഗിയുള്ളത്. അല്ല, എല്ലാ കഥാപാത്രത്തെ, ഏത് കഥാപാത്രമാണെങ്കിലും അതിനെയൊക്കെ നന്നായി ചെയ്യാൻ കഴിയുക എന്നുള്ളതല്ലേ ഒരു അഭിനേത്രിയുടെ വിജയം. നമ്മൾ വെർസറ്റൈൽ ആക്ടർ എന്നൊക്കെ പറയുകയാണെങ്കിൽ ആ ഒരു റേഞ്ചിൽ എത്തണ്ടേ? പക്ഷെ എന്നാലും നമ്മൾ പറയുന്നത് ചിലപ്പോൾ അംഗീകരിക്കപ്പെടില്ല. ഞാനിത് ചെയ്യാമെന്ന് ഏറ്റെടുത്തിട്ട് ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ. അപ്പം നമ്മളെ ട്രസ്റ്റ് ചെയ്ത് വരുന്ന ആളുകൾക്ക് ഏറ്റവും ഭംഗിയായി ചെയ്തു കൊടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാനിത് ചെയ്യാം എന്ന് പറയുന്നതിനേക്കാളും നല്ലതാണ് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഗ്രേസിൻ്റെ ഒക്കെ ജനറേഷനിലാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഈ നിലവിലെ സാഹചര്യത്തിലാണെങ്കിൽ തന്നെയും വളരെ മികച്ച അഭിനേത്രികൾ ഉണ്ടല്ലോ, ഏറ്റവും നല്ല അഭിനേത്രികളുണ്ട്. ഈ പുതിയ ജനറേഷനിൽ ഉള്ള അഭിനേത്രികളിൽ ആരോടാണ് ഒരു താല്പര്യം, അല്ലെങ്കിൽ ഏറ്റവും നന്നായി അഭിനയിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ സ്വയം അസസ് ചെയ്യുമല്ലോ ആരാണ് എന്താണ് എന്നൊക്കെ, അങ്ങനെ തോന്നിയിട്ടുള്ളത് ആരെയാണ്? എല്ലാവരും അവരവരുടെ സ്റ്റൈലുണ്ട് ആക്ടിങ്ങിന്. ഒരുപാട് സന്തോഷമുണ്ട് പുതിയ ആക്ടേഴ്സ് ഒരുപാട് വരുന്നതിൽ. ഇഷ്ടമാണ്, എല്ലാവരും ചെയ്യുന്നത് ഇഷ്ടമാണ്. ഒരാളെ മാത്രമായിട്ട് അങ്ങനെ എടുത്തു പറയാനായിട്ട് തോന്നുന്നില്ല. ഓരോ ക്യാരക്ടേഴ്സും കാണുമ്പം ഏറ്റവും നന്നായിട്ട് ചെയ്തു എന്നൊക്കെ തോന്നാറുണ്ട് എനിക്ക്. അങ്ങനെ ഒരാളെ പറയാനാണെങ്കിൽ എനിക്ക് ഐശ്വര്യലക്ഷ്മിയെ ഇഷ്ടമാണ്. ഇപ്പോൾ ഗ്രേസ് സിനിമയിൽ നിൽക്കുന്ന ഈ ഒരു സമയം വല്ലാത്ത രീതിയിൽ റവല്യൂഷൻ നടക്കുന്നൊരു സമയമാണ് മലയാള സിനിമയിൽ. പ്രത്യേകിച്ചും WCC പോലുള്ള സംഘടനകൾ വളരെ സജീവമായി ഇടപെടുകയും അങ്ങനെ ഫോർമേഷൻ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. WCCയോട് അനുകൂല നിലപാടുകളാണോ സ്വീകരിക്കുന്നതൊക്കെ? അല്ല, എനിക്ക് അതിനെ പറ്റിയിട്ടുള്ള കൂടുതലായിട്ടുള്ള അറിവുകളും ഒന്നുമില്ല. എനിക്ക് അറിയാത്ത കാര്യത്തെപ്പറ്റി സംസാരിക്കാൻ എനിക്ക് അറിയില്ല. ഒരു സുരക്ഷിതത്വമില്ലായ്മ സ്ത്രീകൾക്ക് സിനിമയിലുണ്ടോ? കാരണം നമ്മൾ ഈ കഴിഞ്ഞ ഒരു 2-3 വർഷമായി തൊഴിലിടം എന്നുള്ള നിലയിൽ സ്ത്രീകൾക്ക് എത്ര സുരക്ഷിതത്വമുണ്ട്, അതല്ലെങ്കിൽ സുരക്ഷിതത്വം ഉണ്ടാക്കാനുള്ള കൂടുതൽ നടപടികൾ വേണ്ട, ഇതൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങളും മറ്റുമൊക്കെ. അങ്ങനെ ഇപ്പോൾ ഇതുവരെ അഭിനയിച്ച സാഹചര്യത്തിൽ നിന്ന് കുറെ കൂടി വുമൺ ഫ്രണ്ട്ലി ആവണം, അതല്ലെങ്കിൽ അഭിനേത്രികൾക്ക് കൂടുതൽ സംവിധാനങ്ങൾ വേണം, അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ ഞാൻ എന്താ പറയുക, 2 വർഷത്തിന് 3 വർഷത്തിന് മുമ്പ് ഹാപ്പി വെഡ്ഡിങ് ചെയ്യുന്നത്. ആ സമയത്ത് ഞാൻ വന്നേ ഉള്ളൂ, എനിക്കിതിനെപ്പറ്റി ഒരു അറിവുമില്ല. പിന്നെ അത് കഴിഞ്ഞ് ഒത്തിരി ഗ്യാപ്പ് എടുത്ത് ഇപ്പോഴാണ് വരുന്നത്. അപ്പോഴും എനിക്ക് ഐഡിയ എന്ന് വെച്ചാൽ കേട്ടിട്ടുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി കേട്ടും അറിവൊക്കെ ഉണ്ട്. പക്ഷെ അല്ലാതെ എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ എനിക്ക് അറിയാത്ത കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നതിന് പേഴ്സണലായിട്ട് അങ്ങനെ ഒരു അരക്ഷിതത്വ ബോധം തോന്നിയിട്ടില്ല. ഇല്ല. എന്നെ സപ്പോർട്ട് ചെയ്യാനും എൻ്റെ കൂടെ നിൽക്കാൻ എൻ്റെ പാരൻസ് ഉണ്ട്. അതിൽ വേറെ ഒരു മാറ്റങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പ്രത്യേകിച്ചൊരു സപ്പോർട്ട് സിസ്റ്റത്തിന്റെ ആവശ്യം വേണ്ട, എൻ്റെ ഫാമിലി മതി, എനിക്ക് വേറൊരു സപ്പോർട്ട് സിസ്റ്റത്തിന്റെ ആവശ്യമില്ല. അല്ലാതെ ഇപ്പോൾ നമ്മളൊരു ഇൻഡസ്ട്രി എന്നുള്ള നിലയിൽ നിൽക്കുമ്പോൾ മുഴുവൻ ആളുകളുടെയും കാര്യങ്ങൾ നമ്മൾ പരിഗണിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വ്യക്തിക്ക് ശരി എനിക്ക് ഓക്കെ എന്ന് പറയാം. അതിനപ്പുറത്ത് കുറേ കൂടി വിശാലം. ഇപ്പോൾ ഇത് മാത്രമല്ല, വേതനത്തിൻ്റെ ശമ്പളത്തിൻ്റെ കാര്യത്തിൽ ഒരു പുരുഷ ആർട്ടിസ്റ്റിന് കിട്ടുന്ന അത്രയും ശമ്പളം വനിതാ ആർട്ടിസ്റ്റിന് കിട്ടിക്കൊള്ളണമെന്നില്ല പല സന്ദർഭങ്ങളിൽ. അപ്പോൾ ഇതിലൊക്കെ ഒരു കുറേ കൂടിയൊക്കെ മാറ്റം വരണമെന്ന അഭിപ്രായം ഉണ്ടോ? ഇല്ല, ഞാനിപ്പോ വന്നല്ലേ ഉള്ളൂ. ഞാൻ ഇതിലൊന്നും അഭിപ്രായം പറയാനായിട്ടില്ല. ഇല്ല, തീർച്ചയായിട്ടും ഞാൻ എൻ്റെ കാലെടുത്ത് വെച്ചിട്ടുണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കുകയാണ്, വെച്ചിട്ടില്ല അങ്ങോട്ട്. അപ്പോൾ എല്ലാ സംഘടനകൾക്കും അതിൻ്റെതായിട്ടുള്ള റൂൾസ് ഉണ്ട്. എല്ലാ സംഘടനയും ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. ഇതിലൊന്നും അഭിപ്രായം പറയാൻ ഞാൻ ആരുമല്ല. എനിക്ക് ഒരു വോയിസും ഉണ്ടാവില്ല ഇവിടേക്ക്. ഞാൻ അമ്മ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക്, അല്ലെങ്കിൽ WCC എന്നൊക്കെ പറഞ്ഞാൽ അവരിൽ അത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളല്ലേ അതിലൊക്കെ ഉള്ളത്. അവരിലൊക്കെ പറയാൻ ഞാൻ ആരുമല്ല. അമ്മയിൽ മെമ്പർഷിപ്പ് എടുക്കണ്ടേ? ആലോചിച്ചിട്ടില്ല. എന്തായാലും ഓൾ ദ ബെസ്റ്റ് ഗ്രേസ്. ഇനിയുള്ള സിനിമകളും ഇതുപോലെ ശ്രദ്ധിക്കപ്പെടട്ടെ, നല്ല അഭിപ്രായങ്ങൾ നേടട്ടെ. താങ്ക് യു സോ മച്ച്. മീറ്റ് ദി എഡിറ്റേഴ്സ് അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായി. നമസ്കാരം.